ഹലോ, നമസ്കാരം. ജോസ് കാച്ചുപള്ളി ഷോയിലേക്ക് സ്വാഗതം. വളർച്ചയുടെ കൃത്യമായ ചേരുവ വഴക്കുപറച്ചിലും ഉപദേശവും ആയിരുന്നുവെങ്കിൽ എത്ര എളുപ്പമായിരുന്നു. അങ്ങനെയെങ്കിൽ കാർഷിക രംഗത്ത് വിത്തുകൾ മുളയ്ക്കാനായിട്ട് വിതച്ചു കഴിഞ്ഞാൽ പിന്നെ വെള്ളമൊഴിക്കണ്ട, വളമിടണ്ട, കളകൾ പറിക്കണ്ട, ഒന്നും ചെയ്യണ്ട. എപ്പോഴും വഴക്കു പറയുകയും ഉപദേശിക്കുകയും ചെയ്താൽ മതി. അവ തന്നെ വളർന്നു വരും, അവ ഫലം പുറപ്പെടുവിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. അത് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് കൃഷിക്കാരൊന്നും വഴക്കു പറഞ്ഞും ഉപദേശിച്ചും ധാന്യങ്ങൾ വളർത്താനായിട്ട് അല്ലെങ്കിൽ സസ്യങ്ങളെയോ മരങ്ങളെയോ ഒക്കെ വളർത്താൻ ശ്രമിക്കാറില്ല. ഇനി ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു രംഗത്താണെങ്കിൽ ഉപകരണങ്ങൾ ഉണ്ടാക്കാനായിട്ട് വഴക്കു പറഞ്ഞും ഉപദേശിച്ചും ചെയ്യാൻ കഴിയുമെങ്കിൽ എത്ര എളുപ്പമായിരുന്നു. ആ ഉപകരണങ്ങൾ അല്ലെങ്കിൽ യന്ത്രങ്ങൾ ഉണ്ടാക്കുവാൻ ആവശ്യമായ ആ അസംസ്കൃത വസ്തു അല്ലെങ്കിൽ ആ ഒരു ലോഹം, അത് അതിൻ്റെ ആ ഒരു കഷണം അല്ലെങ്കിൽ ഒരു ഭാഗം റെഡിയാക്കി വെച്ചാൽ പിന്നെ യാതൊരു ജോലിയും ചെയ്യണ്ടല്ലോ. പിന്നെ ഉപദേശിക്കുകയും വഴക്കു പറയുകയും ചെയ്തുകൊണ്ടിരുന്നാൽ മതിയല്ലോ. തന്നെ ലോഹം ആ ഒരു ഉപകരണമായി മാറുമല്ലോ. പക്ഷെ യാഥാർത്ഥ്യം അങ്ങനെയല്ല. എന്ന് മാത്രമല്ല, ഉപകരണ നിർമ്മാതാക്കളോ യന്ത്ര നിർമ്മാതാക്കളോ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നതിന് വഴക്കു പറച്ചിലും ഉപദേശവും സ്വീകരിക്കാറില്ല. ഇതുപോലെ തന്നെ ഒരു പുസ്തകരചനയായാലും ഒരു കലാസൃഷ്ടി ഉണ്ടാക്കുന്നതാണെങ്കിലും അവിടെയും ആരും തന്നെ വഴക്കു പറഞ്ഞും ഉപദേശിച്ചും ഒരു പുസ്തകരചനയോ ഒരു കലാസൃഷ്ടിയോ നടത്താറില്ല. അങ്ങനെ കഴിയുമെങ്കിൽ എത്ര എളുപ്പമായിരുന്നു. എന്നാൽ മനുഷ്യരുടെ വളർച്ചയുടെ കാര്യം വരുമ്പോൾ, പ്രത്യേകിച്ചും അവരുടെ വ്യക്തിത്വത്തിൻ്റെ വളർച്ചയുടെ കാര്യം വരുമ്പോൾ, ഈ യാഥാർത്ഥ്യമൊക്കെ മനുഷ്യര് മറന്നു പോവുകയാണ്. മനുഷ്യബന്ധങ്ങളിൽ വഴക്കു പറഞ്ഞും ഉപദേശിച്ചും കൂടെയുള്ള ആളെ അല്ലെങ്കിൽ ആളുകളെ